ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ റിവിഷനായിട്ടാണ് നമ്മൾ മുമ്പൊക്കെ ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് 4ാം ക്ലാസ്സിൽ ഫിഖ്ഹുൽ ഇസ്ലാമിൽ 8 ചാപ്റ്ററാണ് വരുന്നത്. 8 ചാപ്റ്ററിൽ 2 ചാപ്റ്ററുകൾ നിസ്കാരത്തിൻ്റെ ദിക്റുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ദിക്റുകൾ പഠിക്കുകയും അതിൻ്റെ ഓരോ ലഫ്ലിൻ്റെയും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. മാച്ച് ചെയ്യാനൊക്കെ വരാം, അർത്ഥം എഴുതാൻ വരാം. അപ്പോൾ അത് അങ്ങനെ വരും. ഈ 6 ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ചോദ്യപേപ്പറുകളിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിലും ആ ചോദ്യത്തിൽ വന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിഖ്ഹിൽ ഈ വർഷവും എക്സാമിന് വരുമെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. പഠിച്ചതനുസരിച്ച് എഴുതാനൊക്കെ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. 1. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന വെള്ളം. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന വെള്ളം തൊഹൂറായ വെള്ളം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന വെള്ളം മറ്റെള്ളമാണ് തൊഹൂറായ വെള്ളം. തോഹിർ സ്വയം ശുദ്ധിയുള്ളതാണെങ്കിലും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല, തോഹിർ. മുസ്തഅമൽ ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമൽ. അപ്പോൾ അത് 3 മനസ്സിലാക്കുക. അടുത്ത് ഉളൂ മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? 6ആണ്, 5ആണ്, 4ആണ്? 4ആണ് ശരി. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4. അടുത്തത് കുളിയിൽ ആദ്യം വെള്ളം ഒഴിക്കൽ സുന്നത്താണ്. എവിടെയാണ്? തലയിലല്ലേ? തലയിലാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത്, പിന്നെ വലതു ഭാഗത്തും പിന്നെ ഇടതു ഭാഗത്തും. മനസ്സിലാക്കുക. അടുത്തത് ഉളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഉളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്? മിസ്വാക്ക് ചെയ്യൽ, തല തടവലും കാൽ കഴുകലൊക്കെ ഉളൂഇൻ്റെ ഫർളാണ്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കുളിക്കാനും ശുദ്ധിയാക്കാനും പറ്റാത്ത വെള്ളം. കുളിക്കാനും ശുദ്ധിയാക്കാനും പറ്റാത്തത് ഇവിടെ മുത്തനജ്ജിസ്. നമ്മൾ നേരത്തെ തൊഹൂറും തോഹിറും മുസ്തഅമലും പറഞ്ഞു. പിന്നെ ഒരു വെള്ളമാണ് മുത്തനജ്ജിസ്. മനസ്സിലാക്കുക. അടുത്ത് ഉളൂ ഇല്ലാത്തവന് നിസ്കാരമില്ല. പാഠത്തിൻ്റെ അടിയിൽ ബോക്സ് വരുന്നിരുന്നു. മനസ്സിലാക്കുക. ഉളൂ ഇല്ലാത്തവന് നിസ്കാരമില്ല. അടുത്ത കുളിയുടെ ഫർളുകൾ മാച്ച് ചെയ്യാനാണ്. കുളിയുടെ ഫർളുകൾ. കുളിക്ക് 2 ഫർളാണുള്ളത്. 1 നിയ്യത്ത് ചെയ്യലും, 2 ശരീരം മുഴുവനും വെള്ളമൊഴുക്കലും. അപ്പോൾ നിയ്യത്ത് ചെയ്യൽ എന്നത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം, D. അടുത്ത കുളിയുടെ സുന്നത്ത്. കുളിയുടെ സുന്നത്താണ് എന്ത്? കുളിയുടെ സുന്നത്ത് ഔറത്ത് മറക്കുക. അപ്പോൾ അതിൻ്റെ C എഴുതാം. ഔറത്ത് മറക്കൽ കുളിയുടെ സുന്നത്താണ്. തൊഹൂറായ വെള്ളം. തൊഹൂറായ വെള്ളമാണ് മഴവെള്ളം. അപ്പോൾ അതിൻ്റെ എഴുതാം. തോഹിറായ വെള്ളം, നാരങ്ങ നീര് കലർത്തിയ വെള്ളം തോഹിർ. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. മുസ്തഅമലായ വെള്ളം, ഉളൂയിൽ മുഖം കഴുകിയ വെള്ളം. അപ്പോൾ അതിൻ്റെ B എഴുതാം. അപ്പം മുസ്തഅമലായ വെള്ളമാണ് എന്ത്? ഉളൂയിൽ മുഖം കഴുകിയ വെള്ളം. ഉളൂയിൽ മുഖം കഴുകിയ വെള്ളത്തിന് എന്ത് പറയും? ഉളൂയിൽ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ പേരെന്ത്? മുസ്തഅമൽ. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത് പൂരിപ്പിക്കാനാണ്. നിസ്കാരം ഡാഷ് സമയത്തു തന്നെ നിർവഹിക്കണം. നിസ്കാരം ആദ്യ സമയത്തു തന്നെ നിർവഹിക്കണം. 2 കുല്ലത്ത് ഏകദേശം 191 ലിറ്ററാണ്. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 191 ലിറ്ററാണ്. പൂർണ്ണമായി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക. അടുത്ത് വിസർജന ദ്വാരങ്ങളിലൂടെ ഡാഷ് അല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ ഉളൂ മുറിയും. മനീയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ ഉളൂ മുറിയും. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ. ഉളൂഇൻ്റെ ദിക്റിൽ നിന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ. ഇതുപോലെ ഉളൂഇൻ്റെ ശേഷമുള്ള ദുആയിൽ നിന്നും പിന്നെ നമ്മൾ നിസ്കാരത്തിൻ്റെ ദിക്റും ദുആ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇതുപോലെ വരാം. മനസ്സിലാക്കുക. അടുത്തത് അത്തഹിയാത്ത് മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അത്തഹിയാത്തു മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അപ്പോൾ അത് ഇതുപോലെ വരാം.
മനസ്സിലാക്കി പഠിക്കുക. അടുത്തതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ദീനിൻ്റെ തൂണാണ് എന്ത്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം. അടുത്തത് സ്വയം ശുദ്ധിയുള്ളതാണെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത വെള്ളം. തോഹിർ. സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല, അത് കുടിക്കാനൊക്കെ ഉപയോഗിക്കാം. ഉദാഹരണം നാരങ്ങ വെള്ളം, കഞ്ഞി വെള്ളം, ജ്യൂസ്, ചായ, ഇതൊക്കെ മനസ്സിലാക്കുക. അടുത്ത നിഫാസുകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത്? ഹെലോ നിഫാസോ ഉള്ളപ്പോൾ നിസ്കാരം ഹറാമാണ്. ഹെലോ നിഫാസോ ഉള്ളപ്പോൾ നിസ്കാരം ഹറാമാണ്. എന്നാൽ ആ സമയത്തെ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. മനസ്സിലാക്കുക. അടുത്ത വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം. വലിയ അശുദ്ധിയിൽ നിന്ന ശുദ്ധീകരണമാണ് കുളിക്കൽ, കുളി. മനസ്സിലാക്കുക. വെള്ളത്തിനു പകരമായി ശൗചത്തിന് ഉപയോഗിക്കാവുന്ന ഒരു വസ്തു. കല്ല്, ടിഷ്യൂ പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എഴുതുക, കല്ല് എഴുതിയാൽ മതി. അടുത്തതാ സ്തുതിക്കപ്പെട്ടവൻ എന്നതിൻ്റെ അറബി പദം. സ്തുതിക്കപ്പെട്ടവൻ എന്നതിൻ്റെ അറബി, സ്തുതിക്കപ്പെട്ടവൻ എന്നതിൻ്റെ അറബി അൽഹംദു. മനസ്സിലാക്കുക. ഹംദ് അങ്ങനെയൊക്കെ എഴുതാം. സ്തുതിക്കപ്പെട്ടവൻ. അടുത്തതിന് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒളൂ നഷ്ടപ്പെടാത്ത ഉറക്കം ഏതാണ്? ഒളൂ നഷ്ടപ്പെടാത്ത ഉറക്കം ഏതാണ്? തൂങ്ങി ഉറക്കം കൊണ്ടും ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുള്ള തൂങ്ങി ഉറക്കം കൊണ്ടും ഒളൂ നഷ്ടപ്പെടുകയില്ല. ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുള്ള തൂങ്ങി ഉറക്കം കൊണ്ട് ഒളൂ നഷ്ടപ്പെടുകയില്ല. മനസ്സിലാക്കുക. അടുത്ത് കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? കുളിയുടെ ഫർളുകൾ 2. 1 നീയത്ത്, 2 ശരീരം മുഴുവനും വെള്ളമൊഴുക്കൽ. അടുത്തത് ശാപനിമിത്തമായ 2 കാര്യങ്ങൾ ഏതെല്ലാം? ഇത്തക്കൂല ഇനൈ ഏതാണ്? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കലാണ് ശാപനിമിത്തമായ 2 കാര്യങ്ങൾ. അടുത്ത് 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് ആർക്കെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ നിസ്കാരം നിർബന്ധമില്ല ആർക്ക്? ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. നിസ്കാരം ഹറാമാണ് ആർക്ക്? ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പെരുന്നാൾ ദിവസം കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നാണ് പെരുന്നാൾ ദിവസം കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്. ജുമുഅക്ക് പോകാൻ വേണ്ടി കുളിക്കുമ്പോൾ ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത്. മനസ്സിലാക്കുക. ഫർളായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ് ഫർളായ കുളിയാണെങ്കിൽ. മനസ്സിലാക്കുക. വുളൂഇൽ മുഖം കഴുകിയ വെള്ളം ശേഖരിച്ചാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം എന്ത്? വുളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലായ വെള്ളമാണ്, അത് പിന്നെ ശുദ്ധീകരണത്തിന് പറ്റില്ല. മനസ്സിലാക്കുക. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എഴുതുക. ഏതാണ്? ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഹറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന ദിക്റാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അടുത്തത് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എഴുതുക. സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ റബ്ബി ഉഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4. അത് 4 എഴുതിയിട്ട് ഇവിടെ വിശദമാക്കണം. ഇവിടെ 5 വരി കുറയാതെ എഴുതണം. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4. 1 വിസർജന ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടൽ. 2 ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയവ കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക. എന്നാൽ ഇരിപ്പിടം ഉറപ്പിച്ചുള്ള തൂങ്ങി ഉറക്കം കൊണ്ട് ഉളൂ നഷ്ടപ്പെടുകയില്ല. മുൻകൈയിൻ്റെ വെള്ളഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊടുക. 4 അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. മുടി, പല്ല്, നഖം തുടങ്ങിയവ തൊട്ടാൽ ഉളൂ നഷ്ടപ്പെടുകയില്ല. മനസ്സിലാക്കുക.
ഒലു നഷ്ടപ്പെടുകയില്ല. കാരണം ചോദിച്ചാൽ എന്തൊക്കെയാണ്? മുടി, പല്ല്, നഖം എന്നിവ അന്യ സ്ത്രീ പുരുഷന്മാർ സ്പർശിച്ചാൽ ഒലു നഷ്ടപ്പെടുകയില്ല. മനസ്സിലാക്കുക. അടുത്ത ഇനി ഇവിടെ ഒലുവിൻ്റെ ശേഷമുള്ള ദുആ എഴുതാനാണ്. ഒലുവിൻ്റെ ശേഷമുള്ള ദുആ എല്ലാവരും പഠിച്ചാണല്ലോ അല്ലേ? നിങ്ങളെ രണ്ടാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ അർത്ഥം അതിൻ്റെ താഴെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ എത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.